പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻ്റ് ആകുന്നു. നിങ്ങളുടെ നാളെ 1200 വൃശ്ചിക മാസം 5-ാം തീയതി, അതായത് 2024 നവംബർ 20-ാം തീയതി ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:25 അസ്തമം വൈകിട്ട് 5:55 ബുധനാഴ്ചത്തെ രാഹുകാലം 12 മുതൽ 1:30 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഉച്ചസമയമാകുന്നു. പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് 12:25 1:55 വരെ രാഹുകാലമായി പരിഗണിക്കേണ്ടതാണ്. നാളത്തെ നക്ഷത്രം വളരെ ശുഭമായ പുണർവസു അഥവാ പുണർദം നക്ഷത്രമാകുന്നു. പുണർദം ശക്തമായി ശ്രീരാമൻ്റെ സ്വാധീനമുള്ള ഒരു നക്ഷത്രമാകുന്നു. സ്വതവേ തന്നെ പുണർദം, വിശാഖം, പുരൂരുട്ടാതി ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം വ്യാഴമാകുന്നു. ജീവോ നാരായണ, വ്യാഴം മഹാവിഷ്ണുവാകുന്നു. അതിനാൽ വിഷ്ണു സംബന്ധമായ പ്രാർത്ഥനകൾ വളരെ നല്ലതാകുന്നു. പ്രത്യേകിച്ച് പുണർദം ശ്രീരാമൻ്റെ നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക മിഥുനക്കൂറും അവസാനത്തെ 15 നാഴിക കർക്കിടക കൂറും അല്ലെങ്കിൽ കർക്കിടക രാശിയുമാകുന്നു. ശ്രീരാമസ്വാമി ജനിച്ചത് കർക്കിടക രാശിയിലാണ്, അവസാനത്തെ 15 നാഴികയിലാണ്. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ സുരഗുരു സേന്തോ നവമ്യാം തിഥൗ ലഗ്നേ കർക്കിടകേ പുനർവസുയുതേ മേഷം ഗതേ പൂഷണി എന്നാണ് ശ്രീരാമൻ്റെ ജനനത്തെപ്പറ്റി ചമ്പൂരാമായണത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥരായി നിൽക്കുമ്പോൾ, സുരഗുരോ സേന്തൗ വ്യാഴം ചന്ദ്രനോടുകൂടി നവമ്യാം തിഥൗ 9-ാം തിഥിയിൽ നിൽക്കുമ്പോൾ, ലഗ്നേ കർക്കിടക ലഗ്നമായി അവിടെ ചന്ദ്രൻ, അതാണ് കർക്കിടകം രാശിയാകുന്നു ശ്രീരാമസ്വാമി. മേഷം ഗതേ പൂഷണി, സൂര്യനദി ബലവാനായി മേടത്തിൽ നിൽക്കുമ്പോൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് ശ്രീരാമൻ. എങ്കിലും അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയുടെ പ്രലോഭനത്തിന് വഴങ്ങേണ്ടി വന്നു, മാനിൻ്റെ പിറകെ ഓടേണ്ടി വന്നു. മായ അദ്ദേഹത്തെയും ബാധിച്ചു. അസംഭവം ഹേമമൃഗസ്യ ജന്മ തഥാപി രാമോ ലുലുഭേ മൃഗായ. സ്വർണ്ണമാനില്ല എങ്കിലും ഭാര്യ പറഞ്ഞപ്പോൾ ശ്രീരാമസ്വാമിന് പിറകെ ഓടി. പ്രായസമാപന്ന വിപത്തികാലേ ധിയോപിവംസാം മലിനോ ഭവന്തി. ആപത്ത് വരുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി പിഴച്ചു പോകുന്നു. ദൈവങ്ങൾക്ക് പോലും ഇത് സംഭവിക്കുന്നു, പിന്നെയാണോ ഈ നശ്വരങ്ങളായ നമ്മുടെ ഒരവസ്ഥ? അതിനാൽ നാളെ ശുഭദിനമാകുന്നു. ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ല ബുധനാഴ്ച. ബാക്കി എല്ലാ കർമ്മങ്ങൾക്കും നല്ലതാണ്. നാളത്തെ തിഥിയും കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. ചന്ദ്രൻ ഇനി ഓരോ ദിവസം കഴിയും തോറും ദുർബലമായി വരും. കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാകുന്നു. നാളത്തെ ശുഭമുഹൂർത്തങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് രാഹുകാലം കഴിഞ്ഞുള്ള സമയം 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാം. സാമ്പത്തികമായ ഇടപെടലുകളായാലും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആയാലും ബാങ്കുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലും യാത്രയിലുമൊക്കെ തന്നെ പുനർവസു നക്ഷത്രം നമുക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥന മഹാവിഷ്ണുവിൻ്റെ പ്രാർത്ഥന, ശ്രീരാമസ്വാമിയുടെ പ്രാർത്ഥന. സ്വതവേ പുണർദം നക്ഷത്രക്കാർ, കർക്കിടകൻ രാശിക്കാർക്കൊക്കെ തന്നെ അഷ്ടമ ശനിയാകുന്നു. അതിനാൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, അതേ രീതിയിൽ ഗത ഒപ്പിക്കൽ മുതലായ ചടങ്ങുകളും, ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, പുഷ്പാഞ്ജലി വഴിപാടുകളും ചെയ്ത് നാളത്തെ ദിനത്തെ നിങ്ങൾ ഭംഗിയാക്കുക. എല്ലാ ദൈവാധീനങ്ങളും ശ്രീരാമസ്വാമി നിങ്ങൾക്ക് നൽകട്ടെ. നന്ദി, നമസ്കാരം.